അപരനു വേണ്ടി തന്നെ തന്നെ ശൂന്യനാക്കിയ ക്രിസ്തുവിലും അവന്റെ പ്രബോധനത്തിലും വിശ്വസിക്കുന്ന ഏവർക്കും. സീറോ മലബാർ സഭാ വിശ്വാസികളെ, മറ്റുള്ളവരുടെ മുൻപിൽ ദയനീയമാം വിധം ലജ്ജിതരാകുന്ന വിഷയമാണ് ബലിയർപ്പണ രീതി. ഐക്യരൂപം സ്ഥാപിക്കുവാൻ തുടങ്ങിവെച്ച പുതിയ കുർബാനക്രമം ക്രിസ്തു ചൈതന്യത്തിനു തീരെ നിരക്കാത്ത ഏറ്റുമുട്ടലുകളിൽ എത്തി നിൽക്കുന്നു. ഏറെ വേദനാജനകം എന്ന് പറയുന്നതോടൊപ്പം യഥാർത്ഥത്തിൽ വേദനിക്കേണ്ടവർ വേദനിക്കുന്നുണ്ടോ എന്ന സംശയം ശേഷിക്കുന്നു. സഭ ഐക്യവാരത്തെക്കുറിച്ച് അധികമൊന്നും ഈ ദിനങ്ങളിൽ പറഞ്ഞു കേൾക്കുന്നില്ല. ഭാഗ്യം. ഈ പ്രതിസന്ധിയുടെ ഉത്തരവാദികൾ വിമതർ എന്ന് വിശേഷിക്കപ്പെടുന്ന ഏതാനും വൈദികർ മാത്രമല്ല. വേണ്ടത്ര ചർച്ചയില്ലാതെ എന്നാൽ സിനഡ് മെത്രാന്മാരുടെ അധികാര ദണ്ഡ് ഉപയോഗിച്ച് സഭയുടെ മേൽ അടിച്ചേൽപ്പിച്ച മെത്രാന്മാർ കൂടിയാണ്. നിവർത്തികേടുകൊണ്ടും അധികാരത്തിന് കീഴ്വഴങ്ങിയും ഭീഷണിക്ക് അടിമപ്പെട്ടുമാണ് പലരും ഈ രീതി സ്വീകരിച്ചത്. ഏറെ പേർ നിസ്സംഗരായിരുന്നു. ഏറെ പേർ നിസ്സഹകരണ മനോഭാവം പുലർത്തുന്നു. ഇതൊന്നും വളർച്ചയല്ല, തളർച്ചയാണ് സൂചിപ്പിക്കുന്നത്. വിശ്വാസച്യുതിയും വിശ്വാസഭംഗവും ഏറിക്കൊണ്ടിരിക്കുന്നു. ഉദാശ ജീവിതം കുറഞ്ഞുകൊണ്ടിരിക്കുന്നു. ഇതൊന്നും ബന്ധപ്പെട്ടവരെ കണ്ണു തുറപ്പിക്കുന്നില്ല. രാജാവേ, നീ നഗ്നനാണ് എന്ന് ഉറക്കെ പറയുവാനുള്ള ആർജവമില്ലാത്തവരാണ് നാം ഒക്കെ. യേശു തന്നെക്കുറിച്ച് തന്നെയുള്ള അഭിപ്രായ ശേഖരണം നടത്തിയില്ലേ? നിങ്ങൾക്ക് എന്നെക്കുറിച്ച് എന്താണ് പറയാനുള്ളത്? അധികാര തിമർപ്പും പണാധിപത്യവും അധികാര കേന്ദ്രങ്ങളിൽ പിടിമുറക്കുന്നു. ലാളിത്യത്തെക്കുറിച്ച് ലളിതമായും ദീർഘമായും പ്രതിപാദിക്കുമ്പോഴും ലാളിത്യം ഏറെ അകലെയാണ്. സഭാപിതാക്കന്മാർക്ക് പുതുതായി ലഭ്യമാക്കിക്കൊണ്ടിരിക്കുന്ന വേഷവിധാനങ്ങളിൽ ലാളിത്യ ചുവ തീരെയില്ല. അധികാര കസേരകളിലിരിക്കുന്നവർ ചിലപ്പോഴെങ്കിലും സാധാരണക്കാരെ പോലെ ദീർഘദൂര ട്രെയിനുകളിൽ ബസ്സിലും യാത്ര ചെയ്യുന്നത് നിഷിദ്ധമാവില്ലല്ലോ. വല്ലപ്പോഴും സാമാന്യം ഭേദപ്പെട്ട ഹോട്ടലിൽ കയറി ഭക്ഷണം കഴിക്കുന്നതും തെറ്റാവില്ല. കുറച്ചു നാളുകൾക്ക് മുമ്പ് ഫ്രാൻസിസ് മാർപ്പാപ്പ റോമിലെ കഫറ്റീരിയയിൽ ചെന്ന് ലഘുഭക്ഷണം കഴിച്ചതായുള്ള വാർത്ത കണ്ടിരുന്നു. അവർ ബിഷപ്സ് ഡു നോട്ട് ഹെസിറ്റേറ്റ് ടു ഗോ ടു ഹോട്ടൽസ് ടു ഹാവ് their meals as they are in Europe. The hotel management does not bother about arranging special seats for these guests. Vox populi vox dei എന്ന ചൊല്ല് റോമാക്കാരുടേതാണ്. ജനസ്വരം ദൈവസ്വരം. ഇതാണ് ജനാധിപത്യ ചിന്തകളുടെ അടിസ്ഥാനം. 4.5 ദശലക്ഷം വരുന്ന സീറോ മലബാർ വിശ്വാസികൾക്ക് വേണ്ടി 60-ൽ താഴെ വരുന്ന സിനഡ് അംഗങ്ങൾ ഒരു നിശ്ചിത തീരുമാനമെടുത്ത് സഭാതനയരുടെ മേൽ ഏൽപ്പിക്കുന്നതിന്റെ ഔചിത്യം ദൈവജനമാണ്. സഭയെന്ന കൗൺസിൽ ചിന്തകൾക്ക് അന്യമാണ്. ഇന്നത്തെ പ്രതിസന്ധി ഘട്ടത്തിൽ പുതുതായി 50-50 ഫോർമുല നടപ്പിലാക്കിയ തൃശൂർ, ഇരിഞ്ഞാലക്കുട, പാലക്കാട്, താമരശ്ശേരി രൂപതകളിൽ ഇതേക്കുറിച്ച് ഒരു ഹിതപരിശോധനയ്ക്ക് തയ്യാറാകുമോ സിനഡ് പിതാക്കന്മാർ? സമൂഹത്തിന് വേണ്ടി നടപ്പിലാക്കുന്ന തീരുമാനങ്ങൾ ഉദ്ദിഷ്ടഫലം കാണുന്നില്ലെങ്കിൽ ആ തീരുമാനം തിരുത്തുക എന്നതാണ് രാഷ്ട്രമീമാംസയുടെ ഒരു പ്രധാന പ്രതിപാദ്യം. നിങ്ങളിൽ ഏറ്റവും വലിയവനാകാൻ ആഗ്രഹിക്കുന്നവൻ എല്ലാവരുടെയും ദാസനായിരിക്കട്ടെ എന്നല്ലേ തിരുവചനം. 50-50 ഫോർമുല പുതുതായി നടപ്പിലാക്കിയതുവഴി സഭാഗാത്രത്തിന് എന്ത് നേട്ടമുണ്ടായി എന്നറിയുവാൻ എനിക്ക് വ്യക്തിപ്രധാനമായ താല്പര്യമുണ്ട്. പുതിയ ക്രമത്തിന്റെ തുടക്കം മുതൽ വൈദികരും മെത്രാന്മാരും തമ്മിലും വൈദികർ തമ്മിലും വൈദികരും ജനങ്ങളും തമ്മിലും സംജാതമായ മാനസിക അകൽച്ച എങ്ങനെ ന്യായീകരിക്കും? നീ ബലിയർപ്പിക്കുവാൻ അണയുമ്പോൾ നിന്റെ സഹോദരൻ നിന്നോട് രമ്യപ്പെടുക, പിന്നീട് വന്ന് ബലിയർപ്പിക്കുക. ഈ ക്രിസ്തുവചനം സത്യമാണെങ്കിൽ നമ്മുടെ ബലികളിൽ ക്രിസ്തു സംപ്രീതനാകുമോ? ഏകീകൃത ബലിയർപ്പണ രീതിയിൽ ഒരു മാറ്റവുമില്ല എന്നതാണ് തീരുമാനമെങ്കിൽ മേജർ ആർച്ച് ബിഷപ്പ് മാർ റാഫേൽ തട്ടലിന്റെ പുതിയ വികാരി മാർ ജോസഫ് പാംപ്ലാനിയുടെ നേതൃത്വത്തിൽ തുടങ്ങുന്ന ചർച്ചകൾ കൊണ്ട് എന്താണ് പ്രയോജനം?